അതെ, എനിക്ക് എപ്പോഴും കൊതി വരുന്ന സംഭവമാണ് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ. എപ്പോൾ നോക്കിയാലും ഇവർ കൂട്ടം കൂട്ടം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണ കാണാം, കടച്ചിരുന്നുണ്ട്. കൂട്ടായ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ആ കൂട്ടായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന ആ കൂട്ടായ്മയിൽ വളർന്നു വരുന്ന ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹം പോലെ തന്നെ വളർന്നു വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ സാന്നിധ്യത്തെ സംരഭ്യമാക്കുന്ന രീതിയിലേക്ക് പ്രാർത്ഥന നമ്മൾ പുനഃക്രമീകരിക്കേണ്ടി വരും. അതിന് വചന വായനയും വചനം നടപ്പിൽ വരുത്തുന്നത്, വചനത്തെ വിശ്വസിക്കുന്നതും വചനത്തെ പ്രത്യാശിക്കുന്നതും വചനത്തെ മെറ്റീരിയലൈസ് ചെയ്തുകൊണ്ട് സാക്ഷിയായി ജീവിക്കുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതായത് ജനങ്ങൾ ഇപ്പോഴും ഒരു പ്രാർത്ഥന ചൊല്ലി ആധ്യാത്മികപരമായ ഒരു ജീവിതം ജീവിച്ചു എന്നങ്ങനെ